ഹലോ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളൊന്ന് കുളിക്കാൻ പോയതാണ് മംസാർ ബീച്ചിൽ. അപ്പോൾ സൺസെറ്റൊക്കെ കണ്ട് നല്ല അടിപൊളിയായിട്ട് ഇരിക്കുകയാണ്. അതിന് സംഭവം അടിപൊളി കേട്ടോ. കാരണം എന്താ വെച്ചാൽ മംസാർ ബീച്ചിലാണിത്. ഒരു ബീച്ചിലും ഇപ്പോൾ അലൗഡ് ഇല്ല. കാരണം എന്താ വെച്ചാൽ ഫാമിലി ആയിട്ട് പോകുന്നവർക്ക് അലൗഡ് ഉള്ളൂ. അപ്പോൾ കുറേ ആൾക്കാർ അവിടെ കുന്നിന്തോൾ എടുത്ത് നിൽക്കുന്നുണ്ട്. കുറേ ആൾക്കാർ അവിടെ കളിച്ചും കൊണ്ട് നിൽക്കുന്നുണ്ട്. കുറേ ആൾക്കാർ അപ്പോൾ ഒന്ന് വെറുതെ നിന്ന് നോക്കിയതാണ്. ഒന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നിന്നതാണ്. അപ്പോൾ മറ്റവനെ വീഡിയോ എടുത്തു. എന്തോ ഒരു കഷ്ടമാണെന്ന് എത്തിയിട്ടാണ്. അപ്പോൾ ഞങ്ങൾ 2-3 ആൾക്കാരുണ്ട് പോയത്. അപ്പോൾ പിന്നെ നല്ല രസമായിട്ട് പോയത്. അപ്പോൾ ബീച്ചിൽ പോയപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ നിന്ന് ഇങ്ങനെ നിന്നു. അപ്പോൾ ഒന്ന് കുളിക്കണം എന്നൊക്കെ വിചാരിച്ചു. കുളിച്ചാണെന്ന് വിചാരിച്ചപ്പോൾ എന്തായിട്ട് കുളിക്കാനുള്ള പരിപാടി എടുത്തു. അപ്പോൾ അതൊന്നും ഇതിൽ പെടുത്തിയിട്ടില്ല കേട്ടോ. കുളിക്കണമെന്നൊന്നും ഇതിൽ പെടുത്തിയിട്ടില്ല. കുറേ ആൾക്കാരൊന്ന് കുളിക്കണം. കുറേ ആൾക്കാരുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെരുന്നാളിൻ്റെ തലേന്നല്ലേ ഇഷ്ടം പോലെ ജനങ്ങളാണ് അവിടെ വന്നിട്ടുള്ളത്. എന്താ അവർക്കൊന്നും ഒരു പണിയില്ലെന്നാ ഒരു ബീച്ച് എക്സ്പ്ലോർ ചെയ്യാൻ വന്നിക്കണമെന്നോ അതൊന്നും അറിയില്ല. സംഭവം ഉഷാറായിരുന്നു കേട്ടോ. കുറച്ച് നേരമൊക്കെ ഇങ്ങനെ നിന്ന് ഇങ്ങനെ കുറേ നേരം നിന്നപ്പോൾ കുറച്ച് നേരമൊക്കെ ഒന്ന് ചാടാൻ തോന്നി. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരമൊക്കെ നിന്ന് ഒരു 2-3 മണിക്കൂർ സ്പെൻഡ് ചെയ്തോളൂ. അപ്പോൾ ഞങ്ങളൊക്കെ പോരുകയും ചെയ്തു. സംഭവം ഉഷാറാണ്. കാരണം എന്താ വെച്ചാൽ എല്ലാ കുട്ടികൾക്കും ഇത് കളിക്കാനൊക്കെ പറ്റിയ സ്ഥലം തന്നെയാണ് ബീച്ച്. കാരണം എന്താ വെച്ചാൽ അത്രയ്ക്കും സേഫാണ്. അപ്പോൾ കുറച്ച് നേരം വെള്ളത്തിൻ്റെ കുറച്ചൊക്കെ ഇങ്ങനെ എടുത്തോളാം എന്ന് വിചാരിച്ചു. വെള്ളത്തിൻ്റെ ഒരു വീഡിയോ എടുത്തോളാം എന്നൊക്കെ വിചാരിച്ചു. ആ ഒച്ചയൊക്കെ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചു. അടിപൊളിയായിരുന്നു. കാരണം എന്താ വെച്ചാൽ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കുറച്ച് നേരം. കാരണം ഞാൻ സൗദി ദുബായിൽ വന്നിട്ടൊക്കെ പിന്നെ കണ്ടതൊക്കെ സംഭവം അടിപൊളിയാണ്. എല്ലാവർക്കും വിസിറ്റ് ചെയ്യാൻ പറ്റിയ സ്ഥലം തന്നെയാണ് മംസാർ ബീച്ച്. വെറുതെ റൂമിൽ ഇങ്ങനെ കുത്തുന്നപ്പോൾ ഇങ്ങനെ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് തവളാപ്പട്ടൽ പൊങ്ങിക്കിടക്കുന്ന മാതിരി ആൾക്കാർ ഇങ്ങനെ പൊങ്ങിക്കിടന്നു കൊണ്ടിരിക്കില്ല. അപ്പോൾ ഒരു ചങ്ങായി ഉന്നതം എടുത്തിട്ട് അതിന് അപ്പുറത്ത് കൂടി പോകണം. എന്താ ഈ സാധനത്തിൽ ഇങ്ങനെ പോയി കൊണ്ട് നിൽക്കുന്ന ഒരു ബോട്ടിൻ്റെ മാറ്റുള്ളത്. ആ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കിന് എങ്കിലും ചെയ്യുക. അപ്പോൾ ഫോട്ടോ എടുക്കലൊക്കെ ഇങ്ങനെ തുടങ്ങിക്കൊണ്ട് നിൽക്കണം. അപ്പോൾ ഞങ്ങൾ രണ്ടാളും ഇങ്ങനെ കുറച്ച് നേരം ഒന്ന് തിരിഞ്ഞു നോക്കട്ടെ എന്നൊക്കെ വിചാരിച്ചു. ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എന്താ നമുക്കിത് ശരിയാണില്ല. അപ്പോഴല്ലേ മനസ്സിലായത് ഈ തിരിച്ചിലൊന്നും നമുക്ക് ശരിയാവില്ല. അതൊക്കെ അതിനായിട്ടുള്ള ആൾക്കാർക്ക് നോക്കും. പിന്നെ അതാ ഇങ്ങനെ ആൾക്കാർ വന്ന് ചാടണം. ഓരോരുത്തർ വന്ന് അങ്ങോട്ട് ചാടുന്ന പോലെ പണ്ടത്തെ കാലത്ത് കുളത്ത് ചാടണന്മാർ. അത് സംഭവം ഉഷാറായിരുന്നു കേട്ടോ. ബീച്ചൊക്കെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ എക്സ്പ്ലോർ ചെയ്യണം. അപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് സ്ലോ മോഷനാണ് പിടിച്ചു. എങ്ങനെയുണ്ട് എന്നുള്ളത് നിങ്ങൾ പറയണം. അതല്ല അതിൻ്റെ ശരി. അപ്പോൾ ഒന്ന് വേറെയൊക്കെ കുറച്ച് നേരമൊക്കെ നിന്ന് ഇതന്നെ കാര്യമായിട്ടുള്ളൂ കേട്ടോ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കുളി നനയൊക്കെ തന്നെ ഉള്ളത്. ഇവിടെ ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ ഒരുപോലെ നിന്ന് കുളിക്കുന്നുണ്ട്. പക്ഷേ എന്താ വെച്ചിട്ട് അതൊക്കെ ഇതിൽ കാണിക്കാനും പറ്റിയൊന്നും കാണിക്കാൻ പറ്റണീന് കുഴപ്പമൊന്നുമില്ല കേട്ടോ. പക്ഷേ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത് കാണിച്ചില്ല എന്നുള്ളൂ. പിന്നെ രാത്രി ആയപ്പോൾ എന്നാൽ വിചാരിച്ചു കുറച്ച് ആൾക്കാരൊക്കെ കമ്മിയാവുന്നു. അപ്പോൾ പിന്നെയും ആൾക്കാർ വന്നുകൊണ്ട് നിൽക്കുന്നത് ഇതൊക്കെ എവിടുന്നാ വരുന്നതെന്ന് അള്ളാഹുവായാലും. അപ്പോൾ ഒന്ന് കുറച്ച് നേരമൊക്കെ ഇങ്ങനെ നിന്ന് നോക്കുമ്പോൾ ഓരോ ചങ്ങായി നമ്മൾ കുറച്ച് നേരം നിന്ന് കുഴച്ച് പിന്നെ 3G ആയിപ്പോയി. പിന്നെന്താ ഒന്നും നോക്കിയില്ല. ഞാൻ പറഞ്ഞു അവനോട് പോകാൻ നമുക്ക് കാരണം. അപ്പോൾ അങ്ങനെ പോകാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ ഇവനെ വിളിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഈ രാത്രി ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഇവനെ വിളിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. അങ്ങനെ പോയി കുറച്ച് അങ്ങോട്ട് എത്തിയുടെ കൂടെ ഞങ്ങൾ റൂമിലെത്തിയപ്പോൾ ഒരു ഭക്ഷണം കഴിക്കാനുള്ള പരിപാടിയിലായിരുന്നു. ആ ഭക്ഷണം കഴിക്കാൻ പോയി. ഭക്ഷണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇമ്മാതിരി ഒരു ഭക്ഷണം. അപ്പോൾ എല്ലാവർക്കും വിശക്കണമെന്ന് പറഞ്ഞപ്പോൾ ഒരു സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ട് പോയതാണ്. പക്ഷെ ഭക്ഷണം അടിപൊളിയായിരുന്നു. എന്താ പറയുക, എന്തായിരുന്നു ഭക്ഷണം. ചോറ് കഴിക്കാൻ പോയിട്ട് പിന്നെ അവിടെ പോയിട്ട് ചാർക്കോള കിട്ടിയത്. അപ്പോൾ കുറച്ച് നേരം അതൊക്കെ തിന്നിങ്ങനെ കുത്തുന്നു. ഇപ്പോൾ എല്ലാവരോടും ചോദിച്ചു അപ്പോൾ എങ്ങനെയൊക്കെ ഉണ്ടെന്ന് ചോദിച്ചാൽ ആരും വായിട്ട് ഒന്നും പറയണമെന്നില്ല.